ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജോബിൻസിയർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോകൾ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. നമ്മുടെ ആൻഡ്രോയിഡ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. അത് പറയാതെ വയ്യ, അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം. അത്രയധികം ഫ്യൂച്ചേഴ്സ് നമ്മുടെ കൈൻമാസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എങ്ങനെ കൈൻമാസ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. അതായത് നടുക്ക് കാണുന്നത് നമ്മൾ ഫോൺ നേരെ പിടിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ എഡിറ്റ് ചെയ്യത്തില്ല, അത് ഇപ്പുറത്താണ് നമ്മുടെ വീഡിയോ മോഡാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ മോഡിൽ തന്നെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളെ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്യാലറിയിൽ നിന്നും ഏത് വീഡിയോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് മുകളിലായിട്ട് കാണുന്ന ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് എത്തണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് എത്താം. ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. കാരണം അവിടെ ഒത്തിരി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയിൽ. പക്ഷേങ്കിൽ വളരെ സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുവാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കേട്ടോ, നമ്മുടെ വീഡിയോ ഇവിടെ സെലക്ട് ആയി. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഇപ്പുറത്തെ ഭാഗത്തെ കാര്യങ്ങൾ വേണ്ട, കട്ട് ചെയ്യണമെങ്കിൽ മുകളിലായിട്ടൊരു കത്രികയുടെ ഒരു പടമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കാണിക്കും. അതായത് ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡാണോ കട്ട് ചെയ്യേണ്ടത്, റൈറ്റ് സൈഡാണോ കട്ട് ചെയ്യേണ്ടത്, അതോ നമ്മുടെ വീഡിയോ സെൻറ്ററായിട്ട് കട്ട് ചെയ്യണോ? അങ്ങനെ 3 ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡാണ് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലെ ആ വീഡിയോ കട്ടായി കഴിഞ്ഞു. ഈ വരയുടെ ഇപ്പുറത്തുള്ള ആ വീഡിയോ കട്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞു. ഇവിടെ കത്രികയുടെ പടമുള്ള അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇനി നമുക്ക് സെൻറ്റർ കൊടുക്കാം. കണ്ടോ, വീഡിയോ 2 ആയി കഴിഞ്ഞു. ഈ വീഡിയോ 2 വീഡിയോ ആയി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യണം. ഏത് വീഡിയോ ക്ലിപ്പാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്തു. ഇനി ഈ വീഡിയോ ക്ലിപ്പിൻ്റെ സൗണ്ട് നമുക്ക് കുറയ്ക്കണോ കൂട്ടണോ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു പടം കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഓക്കെ, സൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഒരു സോങ് സെറ്റ് ചെയ്യണമെങ്കിൽ മുകളിലായിട്ട് കാണുന്ന നമുക്ക് വലതുവശത്തായിട്ടൊരു പാട്ടിൻ്റെ ഒരു ചിഹ്നം കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഓഡിയോസും ഇവിടെ കാണാൻ കഴിയും. ഏതാണോ നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഓഡിയോ നമുക്ക് കേൾക്കാൻ കഴിയും. അത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരുത്തണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആ ഓഡിയോ ഒരു ലെയർ പോലെ കണ്ടല്ലോ, ഒരു ലെയർ പോലെ വന്നു കഴിഞ്ഞു. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പിൻ്റെ സൗണ്ട് കുറയ്ക്കണം. ഇപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഒരു ഓഡിയോ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ വീഡിയോ ക്ലിപ്പിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഡിയോ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓഡിയോയും സെലക്ട് ആവും. കണ്ടോ, നമുക്ക് ഈ ഓഡിയോയുടെ സൗണ്ട് കൂട്ടണമെങ്കിൽ ഇവിടെ മുകളിലായിട്ട് സ്പീക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും സൗണ്ട്. സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഓഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് മുകളിലായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ ട്രിം എന്നൊരു പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഓഡിയോയെ നമുക്കങ്ങനെ കട്ട് ചെയ്യാൻ കഴിയും. ഇട സൈഡോ വല സൈഡോ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. കണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയാതെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കാര്യം നമ്മളങ്ങനെ കട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത കാര്യം കിട്ടും. കണ്ടല്ലോ, ആ ഓഡിയോ കറക്റ്റ് ആയി കഴിഞ്ഞു, നേരത്തെ പോലെ തന്നെ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതായത് സ്ലോ മോഷനോ ഫാസ്റ്റോ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്പീഡ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത്തെ. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ നമ്മൾ നീക്കുവാണെങ്കിൽ നമുക്കിത് സ്ലോ മോഷനാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് സ്ലോ മോഷനായിട്ട് കാണാൻ കഴിയും. നമുക്കിത് ഫാസ്റ്റ് ആക്കണമെങ്കിലും സ്പീഡ് കൺട്രോൾ സെലക്ട് ചെയ്യാം. നമുക്കത് ഫാസ്റ്റ് ആക്കാം. ഫാസ്റ്റോ സ്ലോ മോഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ കൈൻമാസ്റ്ററിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ കഴിയുന്നില്ല, കാരണം അത് ഒത്തിരി ലോങ് ആകും, അത് നിങ്ങൾക്കും ഒരു മടുപ്പായി തീരും. അതുകൊണ്ട് ഞാൻ പാർട്ട് 2 എന്ന രീതിയിൽ വേറൊരു വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടിരുന്നതായിരിക്കും. ഓക്കെ, ഞാനൊരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്കൊരു ഫിൽറ്റർ കൊടുക്കണമെങ്കിൽ
ഇവിടെ താഴോട്ട് വരുമ്പോൾ കളർ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിന് പലതരം കളർ ഫിൽറ്റർ കൊടുക്കാൻ കഴിയും. ഇവിടെ ഇഷ്ടംപോലെ കളർ ഫിൽറ്റേഴ്സ് ഉണ്ട്. ആവശ്യമുള്ള നമുക്ക് ഈ വീഡിയോയ്ക്ക് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിൽറ്റർ സെലക്ട് ചെയ്ത ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഇനിയും ഒത്തിരി എഡിറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, ഇത് ലോങ് ആയി പോകും, നിങ്ങൾക്കും ഒരു മടുപ്പായി പോകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമല്ലോ, അതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ കൈൻമാസ്റ്ററിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സൈഡിലായിട്ട് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഈ വീഡിയോ സേവ് ചെയ്യാൻ കഴിയും. നമുക്ക് വീഡിയോയുടെ സൈസ് നോക്കിയിട്ട് HD 720p സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഈ വീഡിയോ സേവ് ആവും. അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ സ്ക്രീൻ വെച്ച് നമ്മൾ ഗ്രാഫിക്സ് ചെയ്യുന്നതും പിന്നെ നമ്മൾ വീഡിയോ അങ്ങനെ ഡബ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. താമസിയാതെ തന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക.